ആ അതൊക്കെ ഞാൻ പറയണം എന്ന് വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ പറയാ, നമ്മൾ ഈ കോഫി വിത്ത് കരണൊക്കെ അവിടെ ആൾക്കാർ എന്തൊക്കെയാ തുറന്ന് പറയണേ, അത് ആ സെൻസിലും ആൾക്കാർ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ മാത്രമാണ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയുമ്പോ അത് വേറെ രീതിയിൽ കുത്തി അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. നല്ല വിഷമമുണ്ട്. പക്ഷെ അത് നല്ലതല്ലേ. ഇപ്പൊ ലാലേട്ടൻ വരെ സംഭവം അറിഞ്ഞാണ് അങ്ങനെ എന്തെങ്കിലും അവരുടെ ഭാഗത്ത് എന്തെങ്കിലും കോളൊക്കെ ഇല്ലടോ, ലാലേട്ടനൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നത് എന്തോരം കേരളം മൊത്തം കത്തി എന്താ പറയാ ആളിപ്പടർന്ന ഒരു ഇഷ്യൂ ആണ് അത്. ഇത് പറഞ്ഞിക്കണത് കല്യാണി പ്രിയദർശനോ കീർത്തി സുരേഷ് എന്നല്ലല്ലോ, ഞാനല്ലേ. പ്രണവ് മോഹൻലാൽ ഇത് അറിഞ്ഞിട്ടുണ്ടോ? അറിയില്ലടോ, ഞങ്ങൾക്ക് അറിയില്ല, നേരിട്ട് അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അങ്ങോട്ട് ഫുൾ ടൈം ടൂറും ഹിമാലയൊക്കെ അല്ലേ. പേഴ്സണലായിട്ട് ഇത് പറഞ്ഞൂടെ? പുള്ളിനോട് ഇന്നലെ പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പുള്ളിനോട് ഇതുവരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ ഡെഫിനറ്റ്ലി ലാലേട്ടനായിട്ടും അതുപോലെ തന്നെ പ്രണവൊക്കെ ആയിട്ട് കാണാനൊരു സിറ്റുവേഷൻ ഉണ്ട്. സോ അപ്പൊ ആ സമയത്ത് നേരിട്ട് പോയി പറയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിലൂടെ വരുമ്പോഴല്ലേ ട്രോൾ ആക്കപ്പെടുന്നതും ആൾക്കാർ അറ്റാക്ക് ചെയ്യപ്പെടുന്നതും. എടോ, ഞാന് ഈ ആലിയ ഭട്ട് ഉണ്ടല്ലോ, ഈ ആലിയ ഭട്ട് എന്താ കോഫി വിത്ത് എല്ലാ സ്ഥലത്ത് പോയാലും ഈ രൺബീർ കപൂറിനെ പറ്റി പറയും. ഈ ആലിയ ഭട്ടിന് രൺബീർ കപൂറിനോട് ഭയങ്കര പ്രേമായിരുന്നു. എന്നിട്ട് എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആലിയ ഭട്ട് ഇപ്പൊ അവസാനം എന്തായി? അല്ല, ഞാൻ അങ്ങനെ ആവുന്നല്ല പറയുന്നത്. ആലിയ ഭട്ട് മഹേഷ് ഭട്ടിന്റെ മോളാണ്. അവർ രണ്ടുപേരും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രണവ് മോഹൻലാലിനെ കല്യാണം കഴിക്കാന്നുള്ളത് അല്ല. അതുകൊണ്ടല്ല, ആലിയ ഭട്ടാണ് എന്റെ ധൈര്യം. ആലിയ ഭട്ട് പറഞ്ഞു, എന്താ തുറന്ന് പറയുന്നതിന് എന്താടോ കുഴപ്പം? ഇപ്പൊ ഞാൻ മാത്രമല്ല, വേറെ ആരൊക്കെയോ തുറന്നു പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇവിടെ സംഭവം അതല്ല. അതായത് തുറന്നു പറയുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോഴല്ലേ അതിന് കുറച്ചും കൂടെ ഒരു ഡെപ്ത് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് പ്രണവ് മോഹൻലാൽ ഇത് അറിഞ്ഞിട്ട് പുള്ളിക്കാരന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഗായത്രിക്ക് വിഷമാവൂലേ? എനിക്ക് വിഷമമൊന്നാവില്ല. എന്തിനു വിഷമമാണോ? ഞാൻ ഒരു കാര്യം പറ്റി, എനിക്ക് അങ്ങോട്ട് ഇമോഷണൽ കണക്ഷൻ ഒന്നുമില്ല. നമ്മൾ എത്ര ഇന്റർവ്യൂസിൽ കണ്ടിട്ടുണ്ട് നായകന്മാരോട്, ഹൂസ് യുവർ ക്രഷ്, എന്താ പറയാ മലയാളം ഫിലിം ഇൻഡസ്ട്രി, അവര് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഞാനും പറഞ്ഞത്. പക്ഷെ എനിക്ക് കല്യാണം കഴിയാത്ത ആളാണ്, എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഗായത്രി സുരേഷിന്റെ ഇന്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്റെ മൈൻഡിലേക്ക് വന്നു. നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു, എന്തിനാണ് ഇങ്ങനെ പറയാം? അപ്പോഴും അതിന്റേതായ കുറെ ട്രോൾസും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു മാത്രം. നേരിട്ട് കണ്ടാ ഞാൻ പറയില്ലടോ. പറയില്ല. ഇല്ല, അതിനുള്ള ധൈര്യമില്ലേ? അതുകൊണ്ടല്ല, എനിക്കങ്ങനെ പിന്നാലെ നടക്കണത് എനിക്ക് ഇഷ്ടമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ പിന്നാലെ നടക്കുന്നത്? താൻ ചോദിക്കില്ലേ എന്നോട് ഈ ഇന്റർവ്യൂല്? അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോ അപ്പൊ ഞാൻ ഓരോന്ന് പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടമാണ്, കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. വീട്ടില് പാരന്റ്സ് ഇത് പറ്റിയിട്ടൊന്നും പറയാറൊന്നുമില്ല. പേരൻസാ? അമ്മ എങ്ങനെ ഭയങ്കര സപ്പോർട്ടാ. അച്ഛനോ വീട്ടില്?